ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോട്ടായി പോകുന്ന റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ ഒരു കാണുന്ന പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. 12.4 സെൻറ്റ് സ്ഥലം, 2500 സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായിട്ടുള്ളൊരു വീട്. ഫ്രണ്ടിലൊക്കെ പഞ്ചായത്തിൻ്റെ ടാർ റോഡാണ്. ഇത് ബസ് റൂട്ടല്ല കേട്ടോ. ബസ് റൂട്ടിന് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാലക്കാട് കോട്ടായി പോകുന്ന റൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. പക്ഷേ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ. അല്ല, മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി. വീട് അത്യാവശ്യം അവർ പറയുന്ന പ്രകാരം, ഓണർ പറഞ്ഞ പ്രകാരം ഒരു 7-10 വർഷത്തിനുള്ളിൽ പഴക്കമുണ്ട്. പക്ഷെ ഇവിടെ അധികം ആരും താമസിച്ചിട്ടില്ല. അവരിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് അധികം താമസിക്കാത്ത നല്ലൊരു വീട് തന്നെയാണ്. മാവ്, തെങ്ങ്, അങ്ങനെ ചെറിയ കുറച്ച് വൃക്ഷങ്ങൾ തന്നെ ഉള്ളൂ. ബാക്കി അധികമായിട്ടൊന്നുമില്ല. ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ബാക്കിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് ആദ്യം ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് ഉള്ളിൽ പോയിട്ട് ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? മനോഹരമായിട്ടുള്ള വീടാണ്. വലിയ പ്രൈസും ഇതിൻ്റെ ഓണർ ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് ഇതിന് വെറും 60 ലക്ഷം രൂപയുള്ളൂ. അതും നെഗോഷ്യബിൾ ആണ്. ഇവിടെയാണ് ടോയ്ലറ്റ് ബിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വീടിൻ്റെ ഗേറ്റ് നോക്കുകയാണെങ്കിൽ തെക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. ഡോറ് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കയറുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതവിടെ അലക്കുകല്ലുണ്ട്, അതുപോലെ തന്നെ കിണറുണ്ട്. നല്ല ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വെള്ളമുള്ള നല്ലൊരു കിണർ തന്നെയാണ് കേട്ടോ. ചെങ്കല്ലും കൊണ്ട് കെട്ടിയ ആ പഴയ കിണറാണ്. 12 വട്ടത്തിൽ കൂടുതൽ വലിപ്പമുള്ള നല്ലൊരു കിണർ. ഇവിടെ ഇങ്ങനെ ഈ കിണറിൽ തൊട്ട വീട്ടിൽ അവൻ്റെ കുടുംബക്കാരൻ്റെ ആയതുകൊണ്ട് അവിടെ നമുക്ക് വെള്ളം എടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് കേട്ടോ. വെള്ളം മാത്രം. ബാക്കി കിണർ നമ്മുടെ സ്ഥലത്ത് തന്നെ പെടുന്നതാണ്. ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട്. 2 സൈഡും ചെറിയ അത്യാവശ്യം സ്പേസ് ഉള്ളു. ബാക്കിലും ഫ്രണ്ടിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതാണല്ലോ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ചാരുപടി കൊടുത്തിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറുന്നത് കേട്ടോ. ലിവിങ് ഏരിയ നല്ല തേക്കിൻ്റെ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ് കേട്ടോ എല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമും ഹാളും എല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ കയറി വരുന്ന ഇവിടെ ഡൈനിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. അവിടെ നിന്ന് മേലേക്ക് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ 2 ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ടാണ്. ഉള്ളത് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂമിൻ്റെ സൈസൊക്കെ നോക്കണ ശേഷം 13.5 ആ ലെവലിലൊക്കെ 2 ബെഡ്റൂം സ്പേസ് ഉണ്ട്. കണ്ടോ, നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ക്ലോസറ്റൊക്കെ പുതിയ ക്ലോസറ്റാണ്. ഇവിടെ നമുക്ക് ഈ റൂമിൽ വേണമെങ്കിൽ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലത്ത് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇത് പക്ഷേ ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 2 ബെഡ്റൂം നമ്മൾ താഴെ കണ്ടു. ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോവാം. നല്ല ഡൈനിങ് സ്പേസ്. ഇവിടെ നമ്മൾ നേരെ കിച്ചൺ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ലൊരു കിച്ചണാണ്. കബോർഡും വർക്കങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നമ്മൾ കിച്ചണിലോട്ട് വെളിയിൽ പോകാൻ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഏരിയയൊക്കെ വെളിയിലുള്ള ഏരിയ ആണല്ലേ. അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മേലോട്ടുള്ള സ്റ്റെയർ റൂമിലേക്കുള്ള ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള വഴി സ്റ്റെയർ റൂം കൂടെ കൊടുത്തിരിക്കുന്നത്. അല്ലേ, എല്ലാം വിശദമായിട്ട് എടുത്തിട്ട് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എല്ലാ ഏരിയയും. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. മേലെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം കാണാം. ഇത് അറ്റാച്ച്ഡ് അല്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഹാളായിട്ട്, വലിയൊരു ഹാളായിട്ട് ഉപയോഗിക്കാം. കുട്ടികളായിട്ടൊക്കെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരും. നല്ല വലിപ്പമുള്ള നല്ലൊരു റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ്. ഇവിടെ നമുക്കൊരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ. ഫ്രണ്ടിലൊക്കെ കാണാൻ നല്ല വ്യൂ ആയിട്ട്
മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ ഒരു സൈഡൊക്കെ ഓപ്പൺ ടെറസിൻ്റെ ഏരിയയൊക്കെ ടൈൽസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുറ്റും കണ്ട ഏരിയ തന്നെയാണ്. അത്യാവശ്യം എല്ലാവിടെയും നല്ല വെൽ മെയിൻറ്റെയിൻഡ് വെച്ചിട്ടുണ്ട്. എവിടെയും ഒരു ക്രാക്കോ കാര്യമോ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത നല്ലൊരു മനോഹരമായിട്ടുള്ള വീട്. ഇവിടെ നമുക്ക് ഇനി അടുത്ത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴെ 2 ബെഡ്റൂം, മേലെ 2 ബെഡ്റൂമാണ്. താഴത്തെ 2 അറ്റാച്ച്ഡാണ്, മേലെ ഒരെണ്ണം മാത്രമേ അറ്റാച്ച്ഡ് ഉള്ളൂ. എല്ലാ റൂമും അത്യാവശ്യം ഒരു 13-14 ആ റേഞ്ചിലുള്ള റൂമുകളാണ് എല്ലാം ഉള്ളത്. ഇതല്ലേ ടോയ്ലറ്റൊക്കെ പുതിയ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടോട്ടൽ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞ പോലെ താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ. അതേപോലെ മേലെ നമുക്ക് 2 ബെഡ്റൂം, ഒരെണ്ണം കോമൺ ആണ്, ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. ശരി, പ്രോപ്പർട്ടി കോട്ടായ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. കുഴൽമന്ദത്ത് നിന്ന് 9 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. KSRTC പാലക്കാട് നോക്കുകയാണെങ്കിൽ 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് 8 കിലോമീറ്റർ. ലുലു മാൾ നോക്കുകയാണെങ്കിൽ ഒരു 16 കിലോമീറ്റർ ഡിസ്റ്റൻസോളം ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ആൾറെഡി വില പറഞ്ഞിട്ടുണ്ടായിരുന്നു. 60 ലക്ഷം രൂപയാണ് ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക്, ഷെയർ എല്ലാവരും ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.